ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 246. നമ്മൾ 57ാമത്തെ ഉപനിഷത്തായിട്ട് മാണ്ഡൂക്യോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്. ഇന്ന് 9 മുതൽ 12 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. അപ്പം ബ്രഹ്മത്തെ ഓംകാരമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇതിലും അതുതന്നെയാണ്. ഓരോ അക്ഷരത്തെയും 4 അവസ്ഥകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ്. 9 പറയുകയാണ്, ആ പരബ്രഹ്മ പരമേശ്വരൻ്റെ നാമാത്മകമായ ഓംകാരത്തിൻ്റെ ആദ്യ അക്ഷരമായ ആ, അതായത് ഓമിന് 3 അക്ഷരങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അത് ആ, ഉ, മ, മ. ഇതിൽ ആദ്യ അക്ഷരമായ ആ ലോകത്തിലെ എല്ലാ പേരുകളിലും ഏതെങ്കിലും അർത്ഥത്തെ സൂചിപ്പിക്കുന്ന എല്ലാ വാക്കുകളിലും വ്യാപിച്ചിരിക്കുന്നു. ആ എന്നത് എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു. ആ ആ ആ പറയുന്ന ആ എല്ലാ അക്ഷരത്തിലും അതുണ്ട്. അർത്ഥം ഉള്ള വാക്കുകളിൽ, അർത്ഥം സൂചിപ്പിക്കുന്ന എല്ലാ വാക്കുകളിലും വ്യാപിച്ചിരിക്കുന്നു. അതായത് സ്വര വ്യഞ്ജനങ്ങളിലെല്ലാം ആകാരം ഇല്ലാത്തതായ ഒന്ന് ഇല്ല. അർത്ഥമുള്ള വാക്കുകളിൽ അത് അർത്ഥമുള്ളതല്ലാണല്ലോ പ്രപഞ്ചമായി മാറുന്നത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളതായി മാറി. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും അർത്ഥമുണ്ട്. ആ തരത്തിൽ അത് സ്ഥൂല ജഗത്തിൻ്റെ രൂപത്തിലെല്ലാം അന്തരാമിയായിരിക്കുന്നു. അപ്പം എല്ലാ വാക്കുകളിലും അന്തരാമിയായിട്ട് ആയിരിക്കുന്നത് കൊണ്ട് ചക്ക മാങ്ങ എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആരുണ്ട്. വസ്തുക്കളിൽ അന്തരാമിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ ഈ പരമേശ്വരൻ എന്ത് ചെയ്യുന്നുണ്ട്? വിരാട് രൂപത്തിൽ ആദ്യം പ്രകടമായതിനാൽ വിരാട് രൂപത്തിലെ എല്ലാത്തിലും അത് അന്തരാമിയായിട്ട് ഈ പരബ്രഹ്മം ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വിരാട് രൂപത്തിൽ ആദ്യം പ്രകടമായതിനാൽ, അതാണ് വിരാട് രൂപത്തിൽ ആദ്യം പ്രകടമായത്. ഈ ജഗത്തിൻ്റെ ആദ്യം അദ്ദേഹം തന്നെയാണ്. അക്ഷരങ്ങളിൽ ആദ്യമാണ്. അതുപോലെ ജഗത്തിൻ്റെ ആദിയും ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. പരബ്രഹ്മ പരമാത്മാവിൽ നിന്ന് തന്നെയാണ്, പരമേശ്വരനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വൈശ്വരരാജ്ഞിയുമാണ്. ഈ വൈശ്വരരാജ്ഞിയാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിലിരിക്കുന്ന അഗ്നി. നമ്മളെ ശരീരത്തിൻ്റെ അകത്തും അഗ്നിയുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ, നമ്മൾ തിന്നുന്ന ഭക്ഷണമെല്ലാം പാകം ചെയ്യാൻ അഗ്നി ഉണ്ട്. പക്ഷേ ആ അഗ്നി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കത്തിക്കുന്ന അഗ്നിയല്ല. വേറൊരു തരത്തിലെ അഗ്നിയാണ്. ജഠരാഗ്നി എന്നെല്ലാം പറയുന്നില്ലേ? പാമ്പെല്ലാം പിടിച്ച് എന്തിനേയും വിഴുങ്ങിക്കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കുന്നില്ലേ? അവിടെ അഗ്നി തന്നെയാണ് ദഹിപ്പിക്കുന്നത്. രാസപ്രവർത്തനത്തിൽ അഗ്നി തന്നെയാണ് പങ്കെടുക്കുന്നത്. പക്ഷേ അത് വൈശ്വരരാഗ്നി എന്ന് നമുക്ക് പറയാം. ആ രൂപത്തിൽ അത് ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ആ അക്ഷരം എല്ലാ അർത്ഥമുള്ള വസ്തുക്കളിലും ഉള്ളതുപോലെ. അതുകൊണ്ട് അത് തന്നെ പരബ്രഹ്മസ്വരൂപമായ പരമേശ്വരൻ്റെ ആദ്യ പാദം. അതുകൊണ്ട് പരമേശ്വരൻ്റെ ആദ്യ പാദം അതായിട്ട് ആ എന്ന അക്ഷരമായിട്ട് കണക്കാക്കുന്നു. യാതൊരാൾ ഇപ്രകാരം ആകാരത്തെ വിരാട് ശരീരത്തിൻ്റെ ആത്മാവായ പരമേശ്വരൻ്റെ ഏകത്വത്തെ ഗ്രഹിക്കുന്നുവോ, അപ്പം ഈ രൂപത്തിൽ വിരാട് രൂപമായ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏകമാത്രമായ ഒരു ശക്തിയായിട്ട് ആര് ഇതിനെ ഈ രൂപത്തിൽ ആകാരത്തെ മനസ്സിലാക്കുന്നുവോ, എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന ആ രൂപത്തിൽ ആര് മനസ്സിലാക്കുന്നുവോ, അങ്ങനെ എന്നിട്ട് ഉപാസിക്കുന്നുവോ, അവൻ ഇച്ഛിക്കുന്നതെല്ലാം പ്രാപിക്കുകയും ലോകത്തിൽ മാന്യസ്ഥാനം നേടുകയും ചെയ്യും. അവന് സമൂഹത്തിൽ ഒരു നല്ല മാന്യസ്ഥാനം കിട്ടുമെന്ന് പറയും. ഈ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ആ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ തരത്തിലാണ്. എല്ലാ അർത്ഥമുള്ള വാക്കുകളിലും ഒളിഞ്ഞിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം
പരമേശ്വരൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് വൈശ്വനരാഗ്നി പോലെയാണ്. അതിനെയാണ് ആകാരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ആദ്യത്തെ വിരാട രൂപമുണ്ടായത്. അതുകൊണ്ട് ആദ്യത്തെ അക്ഷരവുമാണ്. ഇനി 10. പരമേശ്വര പരമാത്മാവിൻ്റെ നാമമായ ഓംകാരത്തിൻ്റെ രണ്ടാമത്തെ മാത്രയെ പറ്റി പറയുകയാണ്. അതാണ് ഊ. ഇത് ആയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുകയാണ്. ഇത് ആയേക്കാൾ, ആ എന്ന അക്ഷരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അത് ആക്കും മാക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നതിനാൽ രണ്ടുമായി അഭേദ്യമായ ബന്ധവുമുണ്ട്. ആ കിടക്കുന്നത് ആക്കും മാക്കും ഇടയിലായതുകൊണ്ട് അത് രണ്ടുമായിട്ട് അതിന് അഭേദ്യമായ ബന്ധമുണ്ട്. അതിനാൽ ഇതിന് ഉഭയസ്വരൂപമുണ്ട്, രണ്ടിൻ്റെ സ്വരൂപമുണ്ട്. ആദ്യത്തിൻ്റെയും അവസാനത്തിൻ്റെയും സ്വരൂപമുണ്ട്. അതേതാണ്? ആദ്യത്തിൻ്റെയും അവസാനത്തിൻ്റെയും. അവസാനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ശരീരം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? അവസാനം എന്ന് പറയണ്ട, നമ്മളിപ്പോൾ തിരിച്ചാണ് നോക്കുന്നത്. രണ്ട് അറ്റത്തുള്ള ഒന്ന് എന്താണ്? പ്രപഞ്ചം. അതുണ്ടാകുന്നതിന് മുമ്പിലുള്ള പ്രളയത്തിന് ശേഷമുള്ള ആ സ്റ്റേജ്. അതിൻ്റെ നടുവിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ലാതായാൽ ഒന്നുമില്ല. അതിൻ്റെ നടുവിലുള്ളതാണ് നമ്മുടെ ബീജം, ജനിതക ഘടന എന്ന് പറയാം. കോഴിയുടെ മുട്ട എന്ന് വേണമെങ്കിൽ പറയാം. മരത്തിൻ്റെ വിത്ത് എന്ന് പറയാം. മരം അതിൻ്റെ സൂക്ഷ്മരൂപമായിട്ട് വിത്തിനെ നമുക്ക് കാണാം. വിത്തിൽ മരം എങ്ങനെയുള്ള മരം ഉണ്ടാവണം എന്നെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതില്ലാതാകുമ്പോഴാണ് പിന്നെ ബ്രഹ്മമായിട്ട് മാറുന്നത്, അവ്യക്ത രൂപത്തിലേക്ക് പോകുന്നത്. ഇതിൻ്റെ നടുവിലായതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സ്വഭാവമുണ്ട്. ഒരു വിത്തിന് തെങ്ങിൻ്റെ സ്വഭാവമുണ്ട്, തേങ്ങ് അതിൻ്റെ അകത്ത് അടങ്ങിക്കിടന്നിട്ടുണ്ട്. നമ്മുടെ ജനിതഘടനയിൽ നമ്മളെ ഘടനയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ വരുമ്പോൾ ഹിരണ്യഗർഭൻ എന്നൊരു സ്ഥാനം ആദ്യം പറഞ്ഞിട്ടില്ല. ആദ്യം ഹിരണ്യഗർഭൻ. ആ ഹിരണ്യഗർഭത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനൊരു രൂപം അതിൻ്റെ അകത്തുണ്ട്. ചേനയിൽ ഇനി മുളച്ചു പോകുന്ന ചെടിയുടെ ഒരു ഏകദേശ രൂപമുള്ളതുപോലെ. അതാണ് ഹിരണ്യഗർഭൻ. ആയതിനാൽ വൈശ്വരരേക്കാൾ ഹിരണ്യഗർഭൻ തൈജസം ഉത്കൃഷ്ടവും ഉഭയസമ്പത്തിയായ രണ്ടിൻ്റെ രണ്ടാമത്തെ പാദമാകുന്നു. അതാണ് അതിൻ്റെ രണ്ടാമത്തെ പാദം. അതായത് ഹിരണ്യഗർഭ രൂപത്തിലുള്ള അവസ്ഥ. അത് ശ്രേഷ്ഠം തന്നെയാണ്. അതിൻ്റെ ആ ജീവജാലം എങ്ങനെയായിട്ട് മാറണം എന്നെല്ലാം അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. അതിലുള്ള ഘടന അനുസരിച്ചാണ് അത് വികസിക്കുന്നതും. പക്ഷെ അത് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ജനിതഘടനയിലുള്ള എല്ലാ ക്വാളിറ്റിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ജനിതഘടനയിൽ എനിക്ക് നല്ല പാട്ട് പാകാൻ കഴിവുണ്ടാവും, പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല. ഈ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് കൊണ്ട് അതവിടെ ജീനിൽ വെറുതെ ചുമ്മാ കിടക്കുകയാണ്. അപ്പം ഈ അവസ്ഥയെക്കാട്ടി ശ്രേഷ്ഠം ഹിരണ്യഗർഭമായ അവസ്ഥ തന്നെയാണ്. അതിലെന്തെല്ലാം ഉണ്ട്? ആദി പരമേശ്വരൻ്റെ സങ്കല്പമുണ്ട്. പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ആ പരമേശ്വരൻ ആദ്യം ബ്രഹ്മം ഒരു പ്രപഞ്ചമാകണമെന്ന് തോന്നിയപ്പോൾ അതൊന്ന് സങ്കല്പിക്കുന്നു. ഇങ്ങനെയുള്ള രൂപത്തിലുള്ള പ്രപഞ്ചമാണ് ഉണ്ടാകേണ്ടത് എന്ന് സയൻസ് തത്വങ്ങളുടെ, അതുമായി ബന്ധപ്പെട്ട തത്വങ്ങളുടെയും അവയുടെ തന്മാത്രകളുടെയും എല്ലാ രൂപത്തിൽ അതിൽ വസിക്കുകയാണ്. അപ്പം എങ്ങനത്തെ പ്രപഞ്ചം ഉണ്ടാകണം, എങ്ങനെയല്ല അത് വികസിക്കണം എന്നുള്ള എല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടുണ്ടാക്കിയ ഒരു പ്ലാനാണ് ഏതിൻ്റെ അകത്ത് കിടക്കുന്നത്? ഹിരണ്യഗർഭത്തിൽ കിടക്കുന്നത്. നമ്മുടെ ബീജത്തിൽ, നമ്മുടെ ബീജവും അണ്ടവും കൂടി ചേർന്നിട്ടുള്ള ആദ്യത്തേതിൽ ആ കൊച്ച് എങ്ങനെ വളരണം, ഏത് രൂപത്തിലാണെന്നെല്ലാം സങ്കല്പിച്ചിട്ടാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പരബ്രഹ്മത്തിൻ്റെ എല്ലാ സങ്കല്പവും, ആ സങ്കല്പം ഏത് ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഉണ്ടാക്കുന്നത് അതെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ആ ഹിരണ്യഗർഭത്തിൽ. അത് കൊണ്ട് അത് വൈശ്വനരേക്കാൾ ശ്രേഷ്ഠമാണ്.
അത് സ്ഥൂലരൂപമായി പരിണമിക്കാതെ ഇരിക്കുകയാണ്. അത് പക്ഷെ വികസിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. സമയത്തുമ്പോൾ അത് വികസിച്ച് ചേനേൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള വിത്ത് മുളച്ച് വരുന്നത് പോലെ സമയമാകുമ്പോൾ അത് വരും. അതുവരെ അതങ്ങനെ നിൽക്കുകയാണ്. ഈ ജഗത് രൂപ ശരീരത്തിൽ അതിൽ ജഗത്തിൻ്റെ രൂപം മുഴുവനുണ്ട്, പ്രപഞ്ചത്തിൻ്റെ രൂപം മുഴുവൻ ആ ഹിരണ്യ ഗർഭത്തിലുണ്ട്. അതാണ് പിന്നെ വികസിച്ചിട്ട് ജഗത്തായിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം അതിൻ്റെ അകത്ത് അംശങ്ങൾ, അതിൻ്റെ ഘടന ആ പ്ലാനിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചേതനാ പ്രകാശന രൂപമായി ഹിരണ്യകർമ്മ പരമേശ്വരൻ അതിൻ്റെ അധിഷ്ഠാതാവായി വസിക്കുക കാരണം ജഗത്തും സ്ഥൂല ജഗത്തിൻ്റെ ഇടയിൽ സൂക്ഷ്മ ജഗത്ത് രൂപങ്ങൾ ഇരിക്കുന്നു. അതിലെന്തുണ്ട്? സ്ഥൂല രൂപത്തിൻ്റെ ഘടനയുണ്ട്, സൂക്ഷ്മ രൂപത്തിൽ അത് ആ ജഗത്ത് അവിടെ ഇരിക്കുകയാണ്. ആ ഹിരണ്യഗർഭത്തിൽ ഭാവിയിലുണ്ടാകുന്ന സ്ഥൂല രൂപവും അതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ അകത്ത് സൂക്ഷ്മരൂപമുണ്ട്. ആ സൂക്ഷ്മരൂപത്തിൽ നിന്നാണ് ഈ സ്ഥൂല രൂപം പുറത്തേക്ക് വരുന്നത്. അപ്പം എല്ലാം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ശ്രേഷ്ഠമാണ്. ഈ രണ്ടിൻ്റെയും കാരണങ്ങളുടെ സംയോഗമാണ് അതിനുള്ളത്. അതിനാൽ അതുതന്നെ പൂർണ്ണ പരബ്രഹ്മ പരമേശ്വരൻ്റെ രണ്ടാം പാദം. ഈ തരത്തിൽ ഈ ഊവിനെ ആര് മനസ്സിലാക്കുന്നുവോ, എന്നിട്ട് അതിനെ ഉപാസിക്കുന്നുവോ, അവനെന്ത് മാറ്റും? അവൻ്റെ വൈഷമ്യങ്ങളെല്ലാം മാറിയിട്ട് നശിച്ചു പോകും. അവന് വേറെ ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാൽ അവൻ്റെ സന്താനങ്ങളും ഈ രഹസ്യം അറിയുന്നവരായി ഭവിക്കും. അവൻ നല്ല ജ്ഞാനിയാവും. ഈ രഹസ്യം ഈ അർത്ഥത്തിൽ ഊനെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അവരുടെ സന്താനങ്ങളും നല്ല ബുദ്ധിമാന്മാരായി ഇതെല്ലാം അറിയാൻ പറ്റുന്നവരായിട്ട് തീരുക. കാരണം അവൻ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവൻ ബുദ്ധിമാൻ തന്നെയാണ് എന്നർത്ഥം. ഇനി 11 പരമാത്മാവിൻ്റെ നാമാത്മകമായ ഓങ്കാരത്തിൻ്റെ മൂന്നാമത്തെ മാത്രയായ മാ എന്നാൽ മാ ധാതുവിൽ നിന്നും ഉത്ഭവിച്ചതാണത്. മാ എന്ന് വന്നിരിക്കുന്ന മാ ധാതുവിൽ നിന്നാണ്. മാ ധാതുവിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അളക്കുക. ഒരു വസ്തുവിന് ഇത്ര നീളവും വീതിയെല്ലാം ഉണ്ടത് അളക്കുന്ന ആ അളവിനാണ് മാകാരം എന്ന മാ ധാതുവിൻ്റെ അർത്ഥം. അത് അവസാനം മാത്രയുമാണ്. അത് അവസാനമായിട്ടാണ് വരുന്നത്. ആ ഊമായും മാ അവസാനമാണ്. അതിനാൽ ആ ഊ എന്നീ രണ്ടിൻ്റെയും അളവ് ഇതിൽ വരുന്നുണ്ട്. അത് അവസാനമായതുകൊണ്ട് ആവും ഊവുമെല്ലാം ഇതിലുണ്ട്. ഇതിലുണ്ട്, മായിലുണ്ട്. ഇത് അവയെല്ലാം നല്ലതുപോലെ അറിയുന്നുണ്ട്. ആര്? ഈ മാ. മായുടെ ഉച്ചാരണത്താൽ മുഖം നല്ലതുപോലെ അടയുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ അതേ തത്വം തന്നെ. മായുടെ ബാക്കിയുള്ളതൊന്നും പറഞ്ഞില്ല എന്നേ ഇവിടെയുള്ളൂ. മായുടെ ഉച്ചാരണം ചെയ്യുമ്പോൾ വായ നല്ലപോലെ അടയുന്നു. ആ എന്ന് വായു എടുക്കുന്നു, ഊ എന്ന് അമർത്തുന്നു, പിന്നെ അമർത്തി സങ്കോചിപ്പിച്ചിട്ട് ആ അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം വാ നല്ലപോലെ അടയുന്നു. അതും ആവും ഊവും അതിൽ വിലയമായി തീരുന്നു. അപ്പം ആവും വായു ആ എന്ന് പറയുമ്പോൾ എടുക്കുന്ന വായുവും ഊ എന്ന് പറഞ്ഞിട്ട് അതിനെ സങ്കോചിപ്പിച്ചതും രണ്ടും ഏതിലുണ്ട്? ഈ കംപ്രസ് ചെയ്തതിലുണ്ട്. മാല് മ എന്ന് പറയുമ്പോഴുണ്ട്. മ അല്ലെ മ. ആദ്യം എടുത്ത വായുവിൽ ആദ്യം ആ നാക്കുമ്പോൾ കുറേ വായുവുണ്ട്. ഊ നാക്കുമ്പോൾ കുറച്ചൊന്ന് സങ്കോചിച്ചിട്ടുണ്ട്, അടക്കാൻ പോകുന്നുണ്ട്. ഊ മ നാക്കുമ്പോൾ ഒരൊറ്റ കംപ്രസറാണ്. അപ്പോൾ ആദ്യത്തെ എടുത്ത വായു, ആദ്യത്തെ നടുവിലും എല്ലാം ഉള്ള വായു എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അവിടെ കംപ്രസ്സായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ആവും ഊവും എല്ലാം മേല് അന്തർലീനമാണ്. അതായത് സമ്പൂർണ്ണ ജഗത്തിൻ്റെ അധിഷ്ഠാതാവായ പ്രജ്ഞയും സ്വപ്നയുമാണത്. അതാണ് അതിൻ്റെ സത്യം. അതിലാണ് പ്രജ്ഞയും സ്വപ്നയും എല്ലാം അടങ്ങിയിരിക്കുന്നത്. കാരണം അതിലെല്ലാം ഉണ്ട്. അതേതിലാണ്? സൃഷ്ടി തുടങ്ങാൻ പോകുന്ന ആ അവസ്ഥയിൽ. അതാണ് ഹിരണ്യഗർഭമാവുന്നത്.
ഹിരണ്യഗർഭത്തിൽ നിന്നാണ് ഈ രൂപം ഉണ്ടാകുന്നത്. സൂക്ഷ്മവും സ്ഥൂലവും കാരണം ഈ 3 അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന ജഗത്തിനെ അറിയുന്നവൻ സൂക്ഷ്മവും സ്ഥൂലവും കാരണം ഈ 3 അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന ജഗത്തിനെ അറിയുന്നവൻ, അങ്ങനെ അറിയുന്നവൻ എന്ത് പറ്റുന്നുണ്ട്? ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. അതായത് ആ ഊ മാ വെച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതും തുറക്കുമ്പം അപ്രത്യക്ഷമായിട്ട് പുറത്തേക്ക് വരുന്നതും അടക്കുമ്പം ലയിപ്പിക്കുന്നതും എല്ലാം. ഈ സത്യം മനസ്സിലാക്കുന്നവൻ എന്ത് പറ്റുന്നു? പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കുന്നു. കാരണം ഈ ജഗത്തിൽ നിന്ന് തന്നെയാണ് സ്ഥൂലവും സൂക്ഷ്മമായ ജഗത്ത് ഉത്ഭവിച്ചത് എന്ന് അവൻ മനസ്സിലാക്കുന്നു. ഈ 3 പ്രക്രിയയിലൂടെ അവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു: ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ആ ഊമ എന്ന അവസ്ഥയിൽ ഇങ്ങനെ ചുരുങ്ങിയുണ്ടായതും പിന്നെ അതിൽ പോയി ലയിക്കുന്നതും എല്ലാം ഈ ബ്രഹ്മം തന്നെയാണ്. വായു തന്നെയാണ് നമ്മൾ ശ്വാസം വലിച്ചെടുത്തിട്ട് ശരീരത്തിൽ കൊണ്ടുപോകുന്നത്, ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് ആകാശത്തിലേക്ക് വിടുന്നത് പോലെ മുഴുവൻ വായു എടുക്കുന്നില്ല. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഈ അതിൻ്റെ അതിരില്ലാതെ കിടക്കുന്ന ആ ബ്രഹ്മത്തിലെ ഒരു ചെറിയ അംശം എടുത്തിട്ട് പ്രപഞ്ചമുണ്ടാക്കുന്നു, പിന്നെ അതിനെ വിട്ടിട്ട് അതിൽ തന്നെ കൊണ്ടുപോയിട്ട് ലയിപ്പിക്കുന്നു. അപ്പോൾ ആ സത്യമെല്ലാമാണ് ഈ എന്ന സ്വപ്നയിലൂടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ അവസാനം വിലയം പ്രാപിക്കും. പ്രപഞ്ചം അതിൽ നിന്നുണ്ടാകുന്നു. ഈ 3 പ്രക്രിയയിലൂടെ അതിലുണ്ടാവുകയും വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ അർത്ഥം മനസ്സിലാക്കുന്നവൻ എന്ത് ചെയ്യും? എപ്പോഴും ആ ബ്രഹ്മത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് കഴിയും. അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഈ സത്യം മനസ്സിലാക്കി ഇത്രയും ശാസ്ത്രീയമായി പ്രപഞ്ചം ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നവന് ഓങ്കാരത്തിൻ്റെ ആ ഊമ എന്നീ 3 അവസ്ഥകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നവന് എന്തു പറ്റും? ആ ബ്രഹ്മത്തെ തന്നെ പിന്നെ അവർക്ക് ചിന്തിച്ചിരിക്കുന്ന ആ ബ്രഹ്മത്തെ പറ്റി തന്നെയാണ്. ഇത്രയും വലിയൊരു കാര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി അല്ലാതെ വേറെ എന്തിനാണ് ഈ നിസ്സാരമായ പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കുക? അപ്പോൾ 3 ഈ 3 ഏതിൽ നിന്നാണ് വന്നത്? ആദ്യം എന്തോന്നിവിടെ ഉണ്ടായിരുന്നു, നിറഞ്ഞു കിടക്കുകയാണ്. അതാണ് പരമാത്മാവ്, ബ്രഹ്മം. അതിൽ നിന്ന് ആകാശത്തിലെ വായു നമ്മൾ കുറച്ച് വലിച്ചെടുത്തിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് എന്തെല്ലോ കാര്യത്തിന് ഉപയോഗിക്കുന്നത് പോലെ അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഒരു പ്രപഞ്ചം ഉണ്ടാക്കുന്നു, തിരിച്ച് അതിലേക്ക് തന്നെ വിടുന്നു. അപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഈ പ്രപഞ്ചവും, അപ്പം യഥാർത്ഥ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്നും കുറച്ചെടുത്തുണ്ടാക്കിയ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചമായതിൻ്റെ ശേഷം പുറത്ത് കുറേ ഉണ്ടല്ലോ വ്യാപിച്ച് കിടക്കുന്ന, അതാണ് 4ാമത്തെ പാദം. അതും കൂടി ചേർന്നതാണ് യഥാർത്ഥ ബ്രഹ്മം. അപ്പം ഈ പുറത്ത് കിടക്കുന്ന സാധനം എന്താണ്? ബ്രഹ്മത്തിൻ്റെ അതേ സ്വഭാവം തന്നെയാണ്. അതിനെന്തില്ല, ഈ പുറത്തുള്ളതിനെന്തില്ല, രൂപവും ഭാവവും ഒന്നുമില്ല. ഈ 3ലും പെടാത്ത 4ാമത്തെ പാദമായ നിരാകാര സ്വരൂപം, അതിന് നിരാകാര സ്വരൂപം. അപ്പം ഈ ഒരു രൂപവും ഭാവവും ഇല്ലാത്ത ആ സാധനത്തിൽ നിന്നാണ് കുറച്ചിങ്ങനെ എടുത്തിട്ട് പിഴിഞ്ഞുന്ന മാതിരിയാക്കി കംപ്രസ് ചെയ്തിട്ട് പ്രപഞ്ചമാക്കി മാറ്റുകയും തിരിച്ച് അതിലേക്ക് വിടുകയും ചെയ്യുന്നത്. അപ്പം അവിടെ ബാക്കി കിടക്കുന്ന സംഗതികൾ, അതാണ് വലിയ ഭാഗം. അത് നിരാകാര സ്വരൂപമാണ്. അതിനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമൊന്നും വിഷയമായ മനസ്സിനും വാക്കിനുമൊന്നും വിഷയമാകാത്തത് കൊണ്ട് വ്യവഹാരത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനോ വ്യാഖ്യാനിക്കാനോ ഒന്നും സാധ്യമല്ല. അതിനെന്തില്ല, വാക്കുകൊണ്ട് അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. ആ ബ്രഹ്മത്തെ, ഈ 3 അവസ്ഥയെ, പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാം, അതിന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. വാക്കുകൊണ്ടോ
മനസ്സിലും അതിനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ളൊരു സാധനമാണ് ആ ബ്രഹ്മം. അപ്പോൾ ആ നാലാമത്തെ പാദം നിർഗുണമാണ്, നിരാകാരമാണ്, ഒരു വിശേഷവുമില്ലാത്തവയാണ്. അതിന് ഒരു പ്രത്യേക ഗുണവുമില്ല, മണവുമില്ല, ഒരു ചുക്കുമില്ല, ഒരു വികാരവുമില്ല. ഏതൊരുവൻ ഇപ്രകാരത്തിൽ ഈ ഓങ്കാരത്തെ മനസ്സിലാക്കുന്നുവോ അവൻ പരമാത്മാവിൽ പ്രവേശിക്കും. അപ്പം ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ പരമാത്മാവിൽ പ്രാപിക്കേണ്ടിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യം മനസ്സിലാക്കിയാലും പോരാ. അത് 3 പാതയാവുന്നുണ്ട്. ആ ഊമ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ ശേഷം അവിടെ കുറേ ബാക്കി കിടക്കുന്നുണ്ട്. അതിൻ്റെ രൂപവും ഭാവവും ഒന്നുമില്ല. അതിനെ ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല. അതും കൂടി എല്ലാം കൂടി ചേർന്നതാണ് ബ്രഹ്മം, പരബ്രഹ്മം. ഈ അർത്ഥത്തിൽ ആരും മനസ്സിലാക്കാൻ പറ്റുന്നുവോ അവനെന്ത് പറ്റും? ബ്രഹ്മസാക്ഷാത്കാരം നേടും. അതോടെ ഈ ഉപനിഷത്തും അവസാനിക്കുന്നു.